നിങ്ങൾ വളരെ മോശമായ ചില ആംഗ്യങ്ങൾ അവിടെ ഇരുന്ന് കാണിച്ചു. അത് ക്വാളിറ്റി ഉള്ള ആളാണോ? അല്ല. എന്താണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല, കാരണം ഞാൻ ഈ പ്രോഗ്രാം കാണാറില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഈ പറയുന്ന വ്യക്തി എന്തോ മോശമായ ഒരു ആംഗ്യം ഇതിനകത്ത് കാണിച്ചു. അതുകൊണ്ടാണ് ഈ മോഹൻലാൽ ഇത്രയും രോഷാകുലനായി സംസാരിക്കുന്നത്. മോഹൻലാൽ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. നിങ്ങൾ വളരെ മോശമായ ചില ആംഗ്യങ്ങൾ അവിടെ ഇരുന്ന് കാണിച്ചു. അത് ക്വാളിറ്റി ഉള്ള ആളാണോ? അല്ല. അതൊരു മോശമായ കാര്യമാണ് സർ. തീർച്ചയായിട്ടും അല്ല. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഉപദേശം കൊടുക്കുന്ന നാറി പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് നമ്മുടെ പരിപാടി എന്തോ നിർത്തി ചൂടാനുള്ള പരിപാടിയാണ്, ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ വീട്ടിലിങ്ങനെ കാണിക്കോ? ഇത്തരം ആംഗ്യങ്ങൾ കാണിക്കോ? ഇത് എന്നോ ഡയലോഗ് അടവേ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. ഒരു ഉളുപ്പും ഇല്ലാതെ ഇത്രയും ക്യാമറയ്ക്കും അത്രയും നാട്ടുകാരുടെയും മുന്നിലിരുന്ന് ഈ മാതിരി പോക്കർത്തരം കാണിച്ച ഒരുത്തനാണ് ഇവിടെ വന്നിരുന്ന് ഡയലോഗ് വിടുന്നത്. വലിയ സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്ന് പോവുകയാണ്. ഇത്തരം ആംഗ്യങ്ങൾ കാണിക്കോ? ഇത് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പൊ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ? മിസ്റ്റർ മോഹൻലാൽ, താങ്കളുടെ ക്വാളിറ്റി എന്താണ്? തൻ്റെ ക്വാളിറ്റിയും ഈ പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയും ഇതിൽ പങ്കെടുക്കുന്നവരുടെ ക്വാളിറ്റിയും ഒക്കെ കണക്കാണ്. ഇതിപ്പോ പാണ്ടാൻ തേച്ചത് വെളുപ്പായി എന്ന് പറഞ്ഞ പോലായി. ഒരുത്തനും ഒരു ക്വാളിറ്റി ഇല്ല, എനിക്കാണ് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത. അതാദ്യം മനസ്സിലാക്കി കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം നന്നാകണം, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. ആദ്യം സ്വയം നന്നാകും, പിന്നെ മറ്റുള്ളവരെ നന്നാക്കാം. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴും പറയണ്ട.